നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകളുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പുണ്ട്. കമ്മ്യൂണിറ്റി മെഡിസിൻ രംഗത്ത് 30 വർഷമായി പ്രവർത്തിച്ചു വരികയാണ് ഡോക്ടർ. എല്ലാ പ്രേക്ഷകർക്കും അതോടൊപ്പം തന്നെ ഡോക്ടർക്കും വനിതാ ദിനാശംസകൾ നേരുകയാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മുടെ മാറി വരുന്ന ഒരു ജീവിതചര്യാ രീതികൾ അല്ലെ, ഭക്ഷണക്രമങ്ങൾ, ഇതൊക്കെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മുഖ്യ കാരണമല്ലേ? അതെ, തീർച്ചയായിട്ടും മാറി വരുന്ന ജീവിത രീതികൾ സ്ത്രീകളോടൊപ്പം എല്ലാവർക്കും അതൊരു പ്രശ്നമായി മാറുകയാണ്. പക്ഷെ സ്ത്രീകൾക്ക് അത് കൂടുതൽ പ്രശ്നമാകുന്നു. കാരണം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ പെൺകുട്ടികൾ ചെറുപ്പകാലത്ത് എല്ലാ പേരും ഒരുപോലെ കളിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്യും. പക്ഷെ ഒരു പ്രായമായി കഴിഞ്ഞാൽ, ഒരു കൗമാരപ്രായത്തിൽ എത്തിക്കഴിഞ്ഞാൽ, ഒരു 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് എത്തിക്കഴിഞ്ഞാൽ സ്ഥിരമായി കളിക്കുകയും അല്ലെങ്കിൽ വ്യായാമത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന പെൺകുട്ടികൾ കുറവാണ്. അപ്പോ അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ഓരോ ഓരോ തലത്തിലും ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരുന്നു. ഇപ്പൊ വ്യായാമം ചെയ്യുന്നതില്, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നതില്, സ്ഥിരമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യുന്നതില്, അപ്പൊ ഓരോ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഒരു സ്ത്രീ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ബോധവതികളാകണം. എന്നാൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ജീവിതശൈലി മാറിയത് കൊണ്ട് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും പ്രശ്നമുണ്ട്. പക്ഷെ കൂടുതലും സ്ത്രീകൾക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഡയബറ്റിസ് പോലെയുള്ളത് ഒരു 40 കഴിയുമ്പോൾ കൂടുതൽ സ്ത്രീകൾക്കാണ് പഴയതിലും കൂടുതൽ കണ്ടുവരുന്നത്. പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബീസിറ്റി, അത് കൂടുതൽ സ്ത്രീകളിലാണ്. നമ്മുടെ വേസ്റ്റ് സർക്കംഫറൻസ്, നമ്മുടെ വയറിന്റെ ആ ഒരു അളവ്, അതും കൂടുതൽ പലപ്പോഴും നമ്മുടെ ഒരു ജീവിത ശൈലി കൊണ്ട് അത് കൂടുതലും സ്ത്രീകളിലാണ്. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാല് നമ്മൾ പ്രായം ചെല്ലും തോറും നമ്മൾ വ്യായാമം ചെയ്യാതിരിക്കുകയും നമ്മൾ തന്നെ നമ്മുടെ തടി വർദ്ധിക്കുകയും അതിനനുബന്ധമായ എല്ലാത്തരം അസുഖങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. പ്രമേഹം, മുട്ടുവേദന, ശരീരവേദന, തോളിന് വേദന, അങ്ങനെ ഒരു പക്ഷേ പറഞ്ഞാൽ തീരാത്ത തരം വേദനകളും അസ്വാസ്ഥ്യങ്ങളും ഉണ്ടാകും. ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു, മാറി വരുന്ന ചില സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് വ്യായാമം ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു വ്യായാമത്തിലേക്ക് മാറുന്നില്ല എന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങൾ വരാതെ നോക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? ആദ്യമായി തന്നെ സ്ത്രീകളുടെ ആരോഗ്യം കാത്തു സംരക്ഷിക്കണമെങ്കിൽ അത് കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് അതിനുശേഷം കൗമാരപ്രായത്തിലും അതിനുശേഷം മുതിർന്നവരാകുമ്പോഴും ആരോഗ്യകരമായ ജീവിതശൈലി അനുഷ്ഠിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്ക് വ്യായാമത്തിന്റെ കാര്യം തന്നെ എടുക്കാം. ഇനിയിപ്പോ നമ്മൾ ബോധപൂർവം എല്ലാ പെൺകുട്ടികളും തങ്ങൾ വ്യായാമത്തിൽ ഏർപ്പെടുകയും തങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് അല്ലെ ഭക്ഷണത്തെക്കുറിച്ച് വളരെ ബോധപൂർവം ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നതിലേക്കുള്ള ഒരു ഫാഷൻ, അതൊരു ഫാഷനായിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അത് വീണ്ടും ഉള്ള തുടരുന്ന സമയത്ത് സ്ത്രീകൾ അത് അനുഷ്ഠിക്കേണ്ടതുള്ളൂ. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഒരു മധ്യവയസ്സ് കഴിയുന്ന എല്ലാവർക്കും അല്പം വണ്ണക്കൂടുതൽ ഉണ്ടാവും, അവരുടെ വയറൽപ്പം ചാടിയിട്ടുണ്ടാകും. എന്നാൽ അത് കുറയ്ക്കുന്നതിനോ അതിനുവേണ്ടി വ്യായാമം ചെയ്യുന്നതിനോ ഉള്ള ഒരു അവസരം, ഒരു സൗകര്യം അത് വീടുകളിൽ ഉണ്ടാകണമെന്നില്ല. അത് സമൂഹത്തിൽ തന്നെ പലപ്പോഴും സ്ത്രീകൾക്ക് വ്യായാമത്തിന് ഒന്നിച്ചു പോകാനായിട്ട് പല അവസരം കുറഞ്ഞു വരികയാണ്. ചില പഞ്ചായത്തുകളൊക്കെ അതിനുവേണ്ടി പ്രത്യേക പ്രോജക്റ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. സ്ത്രീകൾ ഒന്നിച്ച് നടക്കാനും ഒന്നിച്ച് എക്സസൈസ് ചെയ്യാനും അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ജിമ്മൊക്കെ കണ്ടിട്ടുണ്ട് ചില പഞ്ചായത്തുകളിൽ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമാകണം. ഇത് അത്യന്താപേക്ഷിതമാണെന്നും നമ്മുടെ ഫാഷൻ മാറുന്നത് പോലെ സ്ത്രീകൾ അല്ലെ വനിതകൾ അല്ലെങ്കിൽ എല്ലാ പേരും എക്സസൈസ് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാകണമെന്നും വ്യായാമം നമ്മുടെ ഒരു ശൈലിയാകണമെന്നും ഉള്ളത് ഒരു കൾച്ചറായിട്ട് മാറണം. അതിലേക്കാണ് നമ്മൾ വരേണ്ടത്. ഇപ്പോൾ വ്യായാമം എന്ന് പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഭക്ഷണ ക്രമീകരണങ്ങൾ. ഇപ്പോൾ പൊതുവെ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഭക്ഷണക്രമവും വ്യായാമവും തമ്മിൽ ചേർക്കുമ്പോൾ, ഇതിൽ രണ്ടു പരസ്പരം ചേർക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഏതൊക്കെ രീതിയിലാണ്? ഇനി അത് പറയാനാണെങ്കിൽ എനിക്ക് ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരിക ആരോഗ്യം മാത്രമല്ല. അതിനകത്തൊരു ഒരു മാനസിക ആരോഗ്യമുണ്ട്, സാമൂഹിക ആരോഗ്യമുണ്ട്.
അപ്പം ഇത് മൂന്നും കൂടെ ചേർന്നാലേ ശരിക്കും ആരോഗ്യമാകുന്നുള്ളൂ. നമ്മൾ വ്യായാമം, ആരോഗ്യകരമായ ഭക്ഷണ ശൈലി ഇതെല്ലാം അനുഷ്ഠിക്കുന്നത് വഴി നമ്മുടെ മാനസിക ആരോഗ്യം കൂടുന്നുണ്ട്. ഇപ്പൊ മാനസികാരോഗ്യം കുറഞ്ഞ സമയങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരുപക്ഷെ സ്ട്രെസ് ഒക്കെ കൂടുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കഴിക്കും. കൂടുതൽ കലോറി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് തോന്നും. അപ്പൊ ഇതെല്ലാം തമ്മിൽ പരസ്പരം ബന്ധിതമായിട്ട് കിടക്കുക. അപ്പൊ സ്ത്രീയുടെ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ ആ സംരക്ഷണം അത് ശാരീരിക, മാനസിക, സാമൂഹിക ഘടകങ്ങളിലും കുറച്ച് മാറ്റം വരണം. ഇപ്പൊ രാവിലെ നമ്മളുടെ ഒരു സാമൂഹിക വ്യവസ്ഥിതി അനുസരിച്ച്, ശരി, എനിക്ക് ആരോഗ്യം സംരക്ഷിക്കണം, എനിക്ക് രാവിലെ നടക്കാൻ 1 മണിക്കൂർ പോകണം എന്ന് സ്ത്രീകൾ വിചാരിച്ചാൽ, എനിക്ക് തോന്നുന്നു ആ കുടുംബത്തിന്റെ മൊത്തം താളം തെറ്റുന്ന ഒരു അവസ്ഥയാണ്. തിരിച്ച് അവർക്ക് അങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുക്കണമെങ്കിൽ ആ കുടുംബത്തിലെ എല്ലാ പേരും അതിനനുസരിച്ച് ജോലികൾ പരസ്പരം ക്രമീകരിച്ച് ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മുടെ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ ചില ജോലികളെല്ലാം സ്ത്രീകളുടേത് മാത്രം, അതായത് പാചകം, കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഇങ്ങനത്തെ എല്ലാം സ്ത്രീകളുടെ മാത്രം എന്ന് കരുതുന്നത് കൊണ്ടാണ് രാവിലെ ആയാലും അത്തരം പണികളിൽ നിന്ന് മാറി നിന്ന് സ്ത്രീകൾക്ക് വ്യായാമം എടുക്കുവാനും അല്ലെങ്കിൽ അവർക്ക് അനുചിതമായ ഭക്ഷണ ശൈലിയിലേക്ക് ഒതുങ്ങാനും അവർക്ക് പറ്റാതെ പോകുന്നത്. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്കായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് ചിലപ്പം ചിലർ അതിനൊരു ചിലപ്പോൾ ഒരു ഗിൽറ്റോടുകൂടാ, കുടുംബത്തിൽ എല്ലാ പേർക്കും സാധാരണ നമ്മുടെ ഒരു ഇതനുസരിച്ച് സ്ത്രീ ആണല്ലോ എല്ലാം ത്യാഗം ചെയ്യേണ്ടതെന്നുള്ളൊരു മനസ്ഥിതിയാണ്. അപ്പൊ സ്ത്രീക്ക് വേണ്ടി അവരുടെ ആരോഗ്യം പരിപോഷിപ്പിക്കുവാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് ചിലയിടത്തെങ്കിലും അതൊരു സ്വാർത്ഥതയായി തോന്നുമോ എന്നുള്ളൊരു സന്ദേഹം ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ഭക്ഷണശീലം എന്ന് പറയുമ്പോൾ കൂടുതൽ വെജിറ്റബിള്, കൂടുതൽ പച്ചക്കറികള്, പഴങ്ങള്, ദിവസത്തില് 400 തൊട്ട് 500 ഗ്രാം പഴങ്ങളും പച്ചക്കറികളും ചെറുപ്പക്കാരികളായ സ്ത്രീകൾ, എനിക്കൊന്നത് എല്ലാവരും കഴിക്കേണ്ടതാണ്. അത് നമ്മുടെ ഭക്ഷണശീലത്തിന്റെ ഭാഗമാകണം. അതേപോലെ തന്നെ വൈറ്റമിൻസും ആന്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങുന്ന അത്തരം ഒരു എന്താ പറയണ്ടേ ഭക്ഷണക്രമമാണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോ ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ആ പ്ലേറ്റിന്റെ കാൽഭാഗം മാത്രമേ ചോറോ അല്ലെങ്കിൽ ധാന്യങ്ങളോ ആകാൻ പാടുള്ളൂ. വേറെ അതിന്റെ അടുത്തൊരു ക്വാർട്ടർ, പ്ലേറ്റിന്റെ പകുതിയല്ല, ആ പകുതിയുടെ പകുതി മാത്രമേ ചോറാകാൻ പാടുള്ളൂ. അടുത്ത പ്ലേറ്റിന്റെ പകുതിയുടെ അടുത്ത പകുതി എന്താണ് നമുക്ക് വേണ്ടത്? അത് ഒരു പക്ഷേ പ്രോട്ടീൻ അടങ്ങുന്ന മത്സ്യമോ മാംസമോ അങ്ങനത്തെ. ബാക്കി പകുതി മൊത്തം പച്ചക്കറിയും പഴങ്ങളും ആണ് വേണ്ടത്. പക്ഷെ നമ്മൾ നോക്കുക, നമ്മൾ ചുറ്റുപാടും ചെല്ലുമ്പോൾ നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിൽ എങ്ങനെയാണ്, നമ്മൾ എവിടെയെങ്കിലും ചെന്നാലും കൂടുതൽ ചോറ്, കുറച്ച് പച്ചക്കറികൾ, കുറച്ച് കാര്യങ്ങൾ. അപ്പം എനിക്ക് തോന്നുന്നു മൊത്തം മാറ്റം വരണമെങ്കിൽ ആ ഒരു എൻവയൺമെന്റൽ ഫാക്ടേഴ്സ്, പാരിസ്ഥിതിക ഘടകങ്ങളൂടെ നമ്മൾ കരുതണം. അത് കൂടുതലും സ്ത്രീകൾക്ക് ആരോഗ്യം വർദ്ധിപ്പിക്കണമെങ്കിൽ ആ ഘടകങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ഡോക്ടർ, നമ്മളിപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ വ്യായാമം, ഭക്ഷണ രീതികൾ അതൊക്കെയാണ്. അപ്പോൾ ഡോക്ടർ തന്നെ തുടക്കത്തിൽ പറഞ്ഞു, ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാ സ്ത്രീകൾക്കും വരുന്നൊരു അസുഖമാണ് ഷുഗർ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തൊക്കെ ആരോഗ്യ പരിശോധനകൾ ഇടയ്ക്കിടെ നടത്തേണ്ടതുണ്ട്? ഇപ്പോൾ രോഗങ്ങൾ എങ്ങനെയാണ് തുടക്കത്തിലേ കണ്ടെത്താവുന്നത്? ഇപ്പോൾ ഷുഗർ മാത്രമല്ലല്ലോ, പല രീതിക്കുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്, PCOD പോലെയുള്ള പല അസുഖങ്ങളും വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെ പരിശോധനകൾ ഇടയ്ക്കിടെ നടത്തേണ്ടതുണ്ട്? ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ, കാരണം ഓരോ സ്റ്റേജസ് ഉണ്ടല്ലോ, ഓരോ സ്റ്റേജസിലും ആരോഗ്യ പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. അതായത് ഒരു കൗമാരപ്രായത്തിൽ ഒരു പക്ഷേ വളർച്ചയെക്കുറിച്ച് നമ്മൾ ബോധവതികളാകണം. ആ സമയത്ത് വളർച്ചയുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതേപോലെ ഗവൺമെന്റിന്റെ ധാരാളം പ്രോഗ്രാം ഉണ്ട്, നമ്മൾ പ്രോഗ്രാമിൽ പങ്കാളിയാകേണ്ടതുണ്ട്. ഇനി നമ്മൾ ഒരു 20 വയസ്സ് തൊട്ട് ഒരു 45 വയസ്സ് ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ വരുമ്പോൾ ആ സമയത്തുള്ള പ്രശ്നങ്ങൾ കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. അപ്പോൾ കൗമാരപ്രായത്തിലാണ് PCOD പോലുള്ള കാര്യങ്ങൾ വരാൻ സാധ്യത. ഇനി കുറച്ചുകൂടെ പ്രായമാകുമ്പോഴാണ്, ഒരു 40-50 വയസ്സെത്തുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയവ കൂടുതൽ ഉണ്ടാകാൻ സാധ്യത. പിന്നീട് പ്രായമായി കഴിയുമ്പം എല്ലാവർക്കും വരുന്ന അസുഖത്തിനോടൊപ്പം, ഉദാഹരണത്തിന് ഡെമൻഷ്യ, ഡിപ്രഷൻ പോലുള്ളത് കൂടുതലും സ്ത്രീകളിൽ കണ്ടുവരുന്നു. കാരണം സ്ത്രീകളാണ് കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ചില ഘടകങ്ങൾ മൂലം സ്ത്രീകളിൽ കൂടുതൽ കണ്ടുവരുന്നു. ചുരുക്കം പറഞ്ഞ, സ്ത്രീകൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നു, കൂടുതൽ കാലം രോഗാതുരത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
അതുകൊണ്ട് പൊതുവിൽ നമ്മൾ കൊണ്ടുവരേണ്ട അതാത് പ്രായങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധം, അത് ആ പ്രശ്നം, ഉദാഹരണത്തിന് കൗമാരക്കാലത്താണെങ്കിൽ വിളർച്ചയാണെങ്കിൽ വിളർച്ചയെ പരിശോധിക്കുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ അടുത്ത തലത്തിൽ വരുന്നോണ്ടേ ഇപ്പൊ നമ്മളുടെ കേരളം മുഴുവനും കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരള നടത്തുന്ന ആരോഗ്യം ആനന്ദം, അതൊരു സ്ക്രീനിങ് പ്രോഗ്രാമാണ്. എന്തുകൊണ്ട് ആ സ്ക്രീനിങ് പ്രോഗ്രാം വന്നു? കാരണം മാറി വന്ന സാഹചര്യത്തില് സ്ത്രീകൾ ഏറ്റവും നേരിടുന്ന പ്രശ്നം സ്തനാർബുദമാണ്. നേരത്തെ അത് ഗർഭാശയങ്ങളെ ക്യാൻസർ ആയിരുന്നു, ഇപ്പൊ അത് സ്തനാർബുദമായി. അപ്പൊ ഈ സ്തനാർബുദത്തെ കുറിച്ച് അവബോധം വളർത്തുക മാത്രമല്ല, ആ സ്ക്രീനിങ്ങിലേക്ക് പോകുന്നതിന് ഒരു മടിയുണ്ട് സ്ത്രീകൾക്ക്. വർഷം തോറും പരിശോധന നടത്തേണ്ടതാണെന്ന് പറഞ്ഞാൽ പോലും നമുക്കൊരു മടിയുണ്ട്, ഒരു പേടിയുണ്ട്, ഒരു ആശങ്കയുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ പലപ്പോഴും അത് മാറ്റിവെക്കുന്ന ഒരു പ്രവണതയാണ്. അപ്പൊ അതാത് കാലങ്ങളിലുള്ള സ്ക്രീനിങ് ഏതാണെന്ന് തിരിച്ചറിയുകയും, അത് ക്യാൻസറിന്റെ സ്ക്രീനിങ് ആണെങ്കിൽ സ്തനാർബുദത്തിന്റെ ബ്രസ്റ്റ് ക്ലിനിക്കൽ എക്സാമിനേഷൻ, ഗർഭാശയങ്ങളെ ക്യാൻസർ ആണെങ്കിൽ പാപ്സ്മിയർ, അതേപോലെ ഇപ്പൊ ഡയബറ്റിസ് ഹൈപ്പർടെൻഷൻ ആണ് അതിന്റെ സ്ക്രീനിങ്. അപ്പൊ ഓരോ പ്രായത്തിലും ഉണ്ടാകാവുന്ന അസുഖങ്ങളുടെ സ്ക്രീനിങ്, ആ സ്ക്രീനിങ് എടുക്കാനുള്ളൊരു താല്പര്യം, അല്ലെങ്കിൽ അത് നമ്മളുടെ ആരോഗ്യശീലങ്ങളുടെ ഭാഗമായി മാറ്റണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ സ്ക്രീനിങ് അസുഖം അനുസരിച്ച് മാറും, എന്നാലും സ്വന്തം ആരോഗ്യം പരിപോഷിപ്പിക്കുവാനുള്ള ഒരു വാഞ്ച, ഒരു ആഗ്രഹവും പ്രവർത്തനവും. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന രോഗങ്ങളെ കുറിച്ച് കാലാകാലം സ്ക്രീനിങ് നടത്താനുള്ള ഒരു മനസ്സ്, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇനിയും കാലം മാറേണ്ടതുണ്ട്. കാരണം ഈ സ്ക്രീനിങ് പ്രോഗ്രാം തന്നെ ഫ്രീ ആയിട്ട് എല്ലായിടത്തും ചെയ്യാമെന്നിരിക്കെ 10 ലക്ഷത്തിലധികം സ്ത്രീകൾ സ്ക്രീൻ ചെയ്തു. എന്നാലും ഒരുപക്ഷെ ഇനി സ്ക്രീൻ ചെയ്യാത്തവരുണ്ട്. കാരണം മറ്റൊന്നുമല്ല, പേടി, ഒരു മടി, പിന്നെ ഇത് ചെയ്യേണ്ടതാണോ എന്നുള്ളൊരു തിരിച്ചറിവ്, പിന്നെ ഇനിയും അവിടെ ചെന്ന് നമ്മൾ ആ സ്ക്രീനിങ്ങിന് വേണ്ടി കുറച്ച് മുന്നൊരുക്കങ്ങൾ വേണം, നമ്മുടെ പ്രൈവസിയുടെ കുറച്ച് ഇഷ്യൂസ്, ഇങ്ങനെയുള്ള ചെറുതെങ്കിലും ഉള്ള ബാരിയേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്. അത് മാറി നമ്മൾ എല്ലാ പേരും, അതായിരുന്നു ആരോഗ്യ ആനന്ദത്തിന്റെ ഒരു ലക്ഷ്യം. നമ്മൾ എല്ലാ പേരും, എല്ലാ സ്ത്രീകളും ഈ മാർച്ച് 8 ഒരുമിച്ച് 30 വയസ്സിന് മുകളിലുള്ളവര് സ്തനാർബുദ പരിശോധന, ഗർഭാശയകള പരിശോധന എന്നിവയ്ക്കായി പോകുമ്പോൾ നമുക്കൊരു എന്താ പറയണ്ട, ഒന്നിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, അത് തുടർകാലത്തിൽ ഈ ശീലം തുടരാൻ കാരണമായേക്കാം. അപ്പൊ അതിനുവേണ്ടിയുള്ളൊരു ഇനിഷ്യേറ്റീവ്, ഒരു തുടക്കത്തിലുള്ളൊരു മോട്ടിവേഷൻ നൽകാനാണ് ഇത്രയധികം ആ ഒരു സ്ക്രീനിങ് ക്യാമ്പയിൻ നടന്നത്. 10 ലക്ഷത്തിലധികം സ്ത്രീകളെ പരിശോധിച്ചു കഴിഞ്ഞു. അപ്പൊ ആ ഒരു അറിവ് തന്നെ മറ്റ് സ്ത്രീകൾക്കും അവരുടെ പരിശോധന നടത്താൻ ഒരു പ്രേരകമാകും. അപ്പൊ സ്ക്രീനിങ്ങിന് പോകുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ അസുഖം മൂർച്ഛിച്ച് നമുക്ക് ഒരു രക്ഷയില്ല എന്നാ ഒന്ന് കാണിച്ചേക്കാം എന്നുള്ളൊരു ഘട്ടത്തിലാണ് രോഗത്തെക്കുറിച്ച് തിരക്കുന്നത്. എന്നാൽ അതിലും ഒരു പടി മുകളിൽ രോഗം വരാതിരിക്കുവാനും ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുവാനും, അത് ശാരീരിക ആരോഗ്യം മാത്രമല്ല, മാനസിക ആരോഗ്യവും സാമൂഹിക ആരോഗ്യവും പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതാണ്. ഒരു കാര്യം ഈ ഘട്ടത്തിൽ ഞാൻ മറന്നു പോകൂ എന്നോർത്ത് പറയാണ്. പ്രായം, അതായത് ഒരു 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന അവര് ആ ഒരു ഘട്ടം കഴിഞ്ഞാൽ വീട്ടില് അടങ്ങി ഒതുങ്ങി ഇരിക്കണമെന്നാണ്. അല്ല, ആ പ്രായത്തിലും കൂടുതൽ സോഷ്യൽ കണക്ഷൻസ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഡെമൻഷ്യ തുടങ്ങിയ വളരെ രോഗാതുരത ഉണ്ടാക്കുന്ന രോഗങ്ങളെ ചെറുക്കാൻ ഇതെല്ലാം വേണം. അപ്പൊ ആ സോഷ്യൽ കണക്റ്റഡ്നെസ്സിന് നമ്മുടെ പ്രായമുള്ള സ്ത്രീകൾ മറ്റുള്ളവരുമായിട്ട് സംവേദിക്കേണ്ട വളരെയധികം ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനത്തെ മുന്നൊരുക്കങ്ങൾ സമൂഹത്തിന് മൊത്തം വരിക, അതാണ് ഒരു പക്ഷേ വനിതാ ദിനത്തിൽ നമ്മൾ ഉറക്കെ ചിന്തിക്കേണ്ടത്. അത് നമ്മുടെ സമൂഹത്തിലുണ്ടോ? ശരിയാണ്, ഒത്തിരി മാറ്റങ്ങൾ പഴയതിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്നാൽ ചിലത് വളരെ ഹിഡൻ ആയിട്ട് അല്ലെങ്കിൽ മറഞ്ഞിരിപ്പുണ്ട് ചില സാഹചര്യങ്ങൾ. അത് സ്ത്രീകൾക്ക് മാത്രമേ അത് അറിയൂ. അവർക്കൊരു ആവശ്യം വരുമ്പോൾ അതിങ്ങനെ തലപൊക്കും. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ, അത് പാരിസ്ഥിതികമാകാം, അത് കുടുംബത്തിൽ നിന്നുള്ളതാകാം, സാമൂഹികമാകാം, ഇതെല്ലാം തിരിച്ചറിഞ്ഞ് സ്ത്രീകളുടെ ആരോഗ്യം, അത് ഞാൻ പറഞ്ഞതുപോലെ ശാരീരിക, മാനസിക, സാമൂഹിക ആരോഗ്യം പരിപോഷിപ്പിക്കുന്നതിനുള്ള വഴികൾ നമ്മുടെ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ, അത് ഏത് പരിപാടി പ്ലാൻ ചെയ്താലും അതിനകത്ത് ഈ ഒരു ഘടകം നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഡോക്ടർ, നമ്മളിപ്പോൾ സ്ത്രീകളുടെ കാര്യം പറഞ്ഞു, അതോടൊപ്പം തന്നെ
നമ്മളിപ്പോൾ സ്ത്രീകളുടെ കാര്യം പറഞ്ഞു, അതോടൊപ്പം തന്നെ പറയാനുള്ളതാണ് പെൺകുട്ടികളുടെ കാര്യങ്ങൾ. ഇപ്പോൾ പെൺകുട്ടികൾ ഒരു പ്രായം എത്തുമ്പോൾ, ഇപ്പോൾ പീരീഡ്സ് ടൈം തുടങ്ങുന്ന പെൺകുട്ടികൾ, അപ്പോൾ അവർ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, ആ സമയമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? എനിക്ക് ഡോക്ടർ ഈ വിഷയത്തിലേക്ക് വരാം. നമ്മോടൊപ്പം ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്, അമ്മിണിയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ. അമ്മിണി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറയാമോ? ഹലോ ഹലോ ഹലോ, പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ അത് എന്റെ മകളുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. മകൾക്ക് 37 വയസ്സ് പ്രായമുണ്ട്. പുള്ളിക്കാരിക്ക് ഇപ്പൊ കാലുമ്മ ഇടയ്ക്കിടയ്ക്ക് ഓരോ മുഴകൾ വന്നെ. മനസ്സിലായില്ലേ? ഇടയ്ക്കിടയ്ക്ക് കാലിന് ചെറിയ ചെറിയ മുഴകൾ വരുന്നത്. അത് മുട്ടിന്റെ താഴെ മാത്രമാണ്. ഞാൻ മനസ്സിലാക്കിയ 37 വയസ്സുണ്ട്, കാലിൽ ഇടയ്ക്കിടയ്ക്ക് മുഴകൾ വരുന്നുണ്ട് എന്നാണോ? ഡോക്ടർ, പ്രേക്ഷക പറഞ്ഞത് 37-27 വയസ്സാണ്. അപ്പോൾ കാലിന് മുട്ടിന് താഴെ അവിടെ ഇവിടെയായിട്ട് മുഴകൾ ഇപ്പോൾ കാണപ്പെടുന്നു എന്നതാണ്. ഓക്കെ. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് അടുത്തുള്ള ഒരു ഡോക്ടറെ കൊണ്ടൊന്ന് പരിശോധിച്ചാൽ കൃത്യമായിട്ട് അത് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാം. കാരണം കേൾക്കുമ്പോൾ കാലിന് തൊട്ടു താഴെ മുഴകൾ എന്ന് പറയുമ്പോൾ അത് എനിക്ക് തോന്നുന്നു കാണുമ്പോഴായിരിക്കും അത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാകുന്നത്. ഒരു ഏറ്റവും അടുത്ത് ഒരു PHCയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ഡോക്ടറെ ഒന്ന് കാണിക്കുന്നത് നന്നായിരിക്കാം. പേടിക്കാനൊന്നും അല്ല, എന്നാലും അത് എന്താണെന്ന് മനസ്സിലാക്കാൻ. ചിലപ്പോൾ അത് ഫാറ്റ് കൊണ്ടുള്ള ലൈപ്പോമ പോലെ വല്ല ആണോ, അതോ ഇനി വേറെ എന്തെങ്കിലും മുട്ടി എന്തെങ്കിലും ഉണ്ടായ മുഴയാണോ എന്ന് നമുക്കല്ലാതെ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. ഓക്കെ, പ്രേക്ഷകയ്ക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, ഞാൻ നേരത്തെ ചോദിച്ചത് പെൺകുട്ടികളുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പീരീഡ്സ് ടൈം ഉണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന ഒരു ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ, അവരുടെ മാനസിക സമ്മർദ്ദങ്ങൾ, അതിനെപ്പറ്റി തുടർന്നോളൂ. കൗമാരപ്രായത്തിൽ എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ശാരീരികമായും വൈകാരികമായും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ശാരീരികമായ മാറ്റങ്ങളിലും വൈകാരികമായ മാറ്റങ്ങളും നടക്കുന്ന അതിന്റെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ പോലെ മാനസിക സംഘർഷം അല്ലെങ്കിൽ പലവിധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ഈ മാറ്റങ്ങളെക്കുറിച്ച് ഉള്ളൊരു അവബോധം, ശാരീരിക മാറ്റങ്ങളെക്കുറിച്ചുള്ള അവബോധവും ആ ഒരു കാലയളവില് ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആരെ സമീപിക്കണം എന്നുള്ളൊരു അറിവും ആദ്യമായിട്ട് നമ്മളുടെ കുട്ടികൾക്കുണ്ടാവണം. ശാരീരികമായ മാറ്റങ്ങൾ നമുക്കറിയാം, നമ്മൾ പ്രായപൂർത്തിയാകുന്നതിന് വേണ്ടിയുള്ള മാറ്റങ്ങളാണ്. അപ്പൊ അതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ അത് വലിയ സ്ട്രെസ്ഫുൾ ആയി മാറും. അപ്പൊ തീർച്ചയായിട്ടും അമ്മമാര്, ടീച്ചർമാര്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഏറ്റവും അടുത്ത വനിതകൾ അതിനെക്കുറിച്ച് ആ കുട്ടിയെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്, തനിക്കുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച്. അതുപോലെ ആർത്തവം തുടങ്ങുന്നത് അതെന്താണ്, അതിൻ്റെ ഒരു പ്രത്യേകതകൾ എന്താണ്, അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്, എങ്ങനെ ആ ആർത്തവ കാലത്ത് നമ്മളെ സ്വയം പരിചരിക്കേണ്ടതുണ്ട് എന്നിങ്ങനെയുള്ള കാര്യത്തിൽ ഒരു പ്രിപ്പയർനെസ് വേണം. പിന്നെ അതിന്റെ രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം തുടങ്ങിക്കഴിയുമ്പോൾ കുട്ടികൾക്ക് ധാരാളം ഡൗട്ട്സ് ഉണ്ട്. നമ്മൾ കാര്യം സ്കൂളിലെല്ലാം പഠിപ്പിക്കുമെന്ന് പറഞ്ഞാലും കാര്യത്തോടടുക്കുമ്പോൾ കുട്ടികൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒത്തിരി സംശയങ്ങൾ കാണും. ഉദാഹരണത്തിന്, എനിക്ക് പീരീഡ്സ് ആയില്ല കുറെ നാളായിട്ട്, എന്താണ് ചെയ്യേണ്ടത്, അല്ലെ എനിക്ക് വയറുവേദനയുണ്ട്, അങ്ങനെയുള്ള പല പല സംശയങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഈ സംശയങ്ങൾ നിവാരണം ചെയ്യാനുള്ള വേദികൾ സ്കൂളിലായാലും അത് നടത്തേണ്ടതായിട്ടുണ്ട്. പല സ്കൂളിലും ഇതുപോലെ കൗമാരപ്രായക്കാർക്കായിട്ടുള്ള ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. പിന്നെ കൗമാരപ്രായത്തിൽ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ വൈകാരികമായിട്ട് ഒരു വളരുന്ന ഘട്ടമാണ്. അപ്പൊ പലപ്പോഴും പല കുട്ടികൾക്കും, അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും, അവർക്ക് ആ ഒരു പിയർ പ്രഷർ, അതായത് പിയർ ഗ്രൂപ്പ്, അവരുടെ പ്രായത്തിനുള്ള കുട്ടികളോട് സംസാരിക്കുന്നതും അവർ പറയുന്നതുമാണ് കൂടുതൽ അവർക്ക് വിശ്വാസ്യത. ഈ എക്സ്പെരിമെന്റ് ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും
കൂടുതൽ പ്രവണത ആ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവും ഒരു പക്ഷേ ചതിക്കുഴികളും തിരിച്ചറിയേണ്ട പ്രായവുമാണ്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ പറയും പേരൻസും കുട്ടികളുമായിട്ട് നല്ലൊരു ബന്ധം വേണം എന്ന് പറഞ്ഞാൽ പോലും പലപ്പോഴും കുട്ടികൾ അവരുടെ പിയേഴ്സ് പറയുന്നതാണ് വിശ്വസിക്കുന്നത്. ഈ ഒരു സമയത്ത് സ്കൂളിലായാലും എല്ലാം ഇതിനെക്കുറിച്ചുള്ള നല്ല അവബോധം കൊടുക്കുകയും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് സൊല്യൂഷൻ ഇന്നടുത്ത് ചോദിക്കാം എന്നുള്ള ഒരു എൻവയൺമെന്റ് കൊടുക്കുകയും വേണം. ഞാൻ മനസ്സിലാക്കുന്ന പല കുട്ടികൾക്കും നമ്മൾ പരമ്പരാഗത രീതിയിൽ ഈ അഡ്വൈസ് പോലെ നമ്മൾ ഉപദേശം കൊടുക്കുന്ന അവർക്ക് ഇഷ്ടമില്ല. തിരിച്ച് അവർക്ക് പ്രശ്നങ്ങൾ നേരിടുമ്പം അതിന് ഒരു സൊല്യൂഷൻ അത് താല്പര്യമാണ്. അപ്പൊ ഇത് വളരെ ഒരു എന്താ പറയണ്ടേ ഒരു ബാലൻസിങ് ആക്ട് ആണ്. എന്നാൽ പോലും നമുക്ക് കഴിയാവുന്ന നമ്മൾ നല്ല ശ്രോതാവായിരിക്കുക, നമ്മൾ വളരെ നോൺ ജഡ്ജ്മെന്റൽ ആണെന്ന് അവർക്കൊരു ബോധ്യം വരിക. അതായത് നമ്മൾ അവരുടെ പ്രവൃത്തികളെ വളരെ ക്രിട്ടിക്കലായിട്ട് വിമർശകരാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാതെ നമ്മളൊരു ഫ്രണ്ടാണ്. അത് ടീച്ചറാണെങ്കിലും അമ്മയാണേലും പേരൻസ് ആണേലും ഒരു ഫ്രണ്ടിനോട് തുറന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ടാക്കി എടുക്കുകയാണ് നമ്മളുടെ വെല്ലുവിളി. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളോട് പറയും. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഒരു കുറെ നാള് ജീവിച്ച ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസ് പല പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു ബോധ്യം കുട്ടികളിലേക്ക് ആഴ്ന്നു ചെല്ലേണ്ടതായിട്ടുണ്ട്. ഡോക്ടർ, അവർ പലപ്പോഴും പറയാതിരിക്കുന്ന പേടിയാണ്, ഇനി ഞങ്ങൾ വിമർശിക്കപ്പെടുവോ, ഇത് ഒരു തെറ്റായിട്ട് ചിത്രീകരിക്കുവോ, അങ്ങനെയുള്ള പലവിധമായ സംശയങ്ങളും ഉണ്ടായി. ഡോക്ടർ, നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. അഷ്റഫ് ആണ്. അഷ്റഫ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ. ഈ സ്ഥാനാർബുദത്തിന് കണ്ടുവരുന്ന ഇതെന്താണ്? സ്ഥാനാർബുദം വരുന്നത് എങ്ങനെയാണ്? ചോദ്യം ഒന്ന് പറയാമോ? സ്ഥാനാർബുദം കണ്ടുവരുന്ന ലക്ഷണങ്ങളൊക്കെ എന്തൊക്കെയാണ്? സ്ഥാനാർബുദത്തിന് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ അതല്ലേ ചോദ്യം? അതെ. ഓക്കെ. സ്ഥാനാർബുദം കണ്ടുവരുന്ന ലക്ഷണങ്ങൾക്കുപരിയായിട്ട് നമ്മൾ സ്തനപരിശോധന നടത്തുമ്പോൾ നമ്മൾക്ക് മുഴകൾ ഉണ്ടെങ്കിൽ, ഇനിയും ആ നിപ്പിളിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ത്വക്കിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് സ്തനാർബുദം എന്ന് ഉറപ്പിക്കുവാൻ പറ്റില്ല. നമ്മൾ തുടർ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതുണ്ട്. അപ്പൊ സ്ഥാനാർബുദം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് അത് നല്ല മുഴയായിട്ടായിരിക്കാം. മുഴ അത് വളർന്ന് ചിലപ്പം ഒരു അൾസർ ആകാം, ചിലപ്പോൾ ഒരു ഡിസ്ചാർജ് ആയിരിക്കാം. അങ്ങനെ അതിന്റെ ലക്ഷണങ്ങൾ പലതായിരിക്കും. പക്ഷെ നമുക്ക് ചെയ്യുവാൻ പറ്റുന്നത് സ്ത്രീകൾ സ്വയമേവ മാസം തോറും സ്വയം പരിശോധന നടത്താം. അതിന് പുറമെ വർഷത്തിലൊരിക്കൽ ഒരു ഡോക്ടറെ കൊണ്ട് തങ്ങളുടെ സ്തനങ്ങൾ പരിശോധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പരിശോധനയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നുകയാണെങ്കിൽ അപ്പോഴും അത് സ്ഥാനാർബുദമാണെന്ന് ചിന്തിക്കല്ലേ. കാരണം അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ആകെ ആശങ്കയും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയ ചിലപ്പോൾ നമ്മൾ മാമോഗ്രാം അല്ലെ അൾട്രാസോണോഗ്രാം അങ്ങനെ ഉള്ള പരിശോധനകളിലേക്ക് വിടും. അതിനുശേഷം നമുക്ക് കൃത്യം മനസ്സിലാകും ആ കണ്ടിരുന്ന മുഴ നിരുപദ്രവകാരിയായ ഒരു മുഴയാണോ അതോ അർബുദത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള മുഴകളാണോ. ഇനി അത്തരം മുഴകളാണെങ്കിൽ തന്നെ അതിന് പല ഘട്ടങ്ങളുണ്ട്. ആദ്യ ഘട്ടത്തിലാണെങ്കിൽ ഇപ്പൊ നല്ല മെച്ചമായ ട്രീറ്റ്മെന്റ് ഉണ്ട്. ആ ഘട്ടമനുസരിച്ച് പ്രായമനുസരിച്ച് ഉള്ള ചികിത്സ എടുത്താൽ പരിപൂർണമായിട്ട് ചികിത്സിക്കാം. അപ്പൊ അവിടെയാണ് സ്ഥാനാർബുദത്തിന്റെ ലക്ഷണങ്ങൾ ഒരുപക്ഷെ മുഴയായിരിക്കാം, പക്ഷെ എല്ലാ മുഴകളും സ്ഥാനാർബുദമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. അപ്പോൾ ഈ ഒരു വർഷത്തെ സന്ദേശം എന്തൊക്കെയാണ്? അതേപോലെ തന്നെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ നടക്കുന്നത്? സംസ്ഥാനത്ത് ഒരുപക്ഷെ ഈ പ്രാവശ്യത്തെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട പ്രോഗ്രാം ആനന്ദമാരോഗ്യം തന്നെയാണ്. കാരണം അത് ഫോക്കസ്ഡ് ആയിട്ട് സ്ത്രീകൾക്ക് പ്രിവെന്റ് ചെയ്യാവുന്ന 2 ക്യാൻസേഴ്സ് ആണ് അതിൽ അഡ്രസ് ചെയ്യപ്പെട്ടത്. ഒന്ന് സ്ഥാനാർബുദം, രണ്ടാമത് ഗർഭാശയകള ക്യാൻസർ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ക്യാമ്പയിന് മുമ്പ് തന്നെ ആരോഗ്യ ഹെൽത്ത് സർവീസിൽ എല്ലാ PHCകളും പ്രത്യേകിച്ച് ചില ജില്ലകളിൽ വളരെ നല്ല രീതിയിൽ ഈ സ്ഥാനാർബുദം, ഗർഭാശയകള ക്യാൻസറിന് വേണ്ടി
പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ. അതിനെ ത്വരിതപ്പെടുത്തുവാനും ഈ അവബോധം കൂടുതൽ ഉണ്ടാകുവാനുമാണ് ഈ വർഷം ആ ക്യാമ്പയിൻ നടന്നിരുന്നത്. ഇതുകൂടാതെ ധാരാളം പ്രോഗ്രാംസ്, നാഷണൽ പ്രോഗ്രാംസ് സ്ത്രീകൾക്ക് വേണ്ടിയുണ്ട്. അത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കൂടിയാണ് നടക്കുന്നത്. ഗർഭിണിയായ അമ്മയ്ക്കുള്ള പ്രോഗ്രാംസ്, ഇതേപോലെ വിളർച്ച തടയാനുള്ള കൗമാരപ്രായക്കാർക്കായിട്ടുള്ള പ്രോഗ്രാംസ്, അഡോളസൻസിലെ പ്രോഗ്രാം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പല പദ്ധതികള്, അതോടൊപ്പം നമ്മൾ ഗർഭിണിയായിരിക്കുമ്പം ആ സമയത്തുണ്ടാകുന്ന വിഷാദം, അങ്ങനെയുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള അമ്മ മാനസം, അങ്ങനെ എനിക്ക് തോന്നുന്നു ധാരാളം പ്രോഗ്രാം. ഇനി ജീവിതശൈലി രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുവാനുള്ള പ്രോഗ്രാമിന് കുറവില്ല, പദ്ധതികൾക്ക് കുറവില്ല, പദ്ധതികളുണ്ട്. പക്ഷെ ആൾക്കാർ അത് തിരിച്ചറിഞ്ഞ് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം. ഡോക്ടർ, ഞാനന്ന് ഇടപെടുകയാണ്. ഹലോ ഡോക്ടറിന്റെ സമയപരിമിതി മൂലമാണ് ഇടപെട്ടത്. സ്ത്രീകളുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ചേർന്നത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറ ഫിലിപ്പാണ്. മാത്രമല്ല കമ്മ്യൂണിറ്റി മെഡിസിൻ രംഗത്ത് 30 വർഷമായി പ്രവർത്തിച്ചു വരികയാണ് ഡോക്ടർ. നന്ദി ഡോക്ടർ. താങ്ക് യു. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.